ജനാധിപത്യത്തിന്റെ മഹാ ഉത്സവത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് വോട്ട് രേഖപ്പെടുത്താൻ. ഇപ്പോഴും പലയിടങ്ങളിലും നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ പോലും തന്നെ ചില മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതിനനുസരിച്ചുള്ള പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. എന്തായാലും ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ ആവേശത്തോടു കൂടി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് വലിയ ചൂട് അനുഭവപ്പെട്ട കുറച്ച് സമയങ്ങളിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നു. പലയിടങ്ങളിലും നമുക്ക് നീണ്ട ക്യൂ കാണാം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഔദ്യോഗിക വിവരം 4:25 വരെ ഉള്ളതാണ്. 58.53% പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 56.55% പേർ വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് വരാം. ആറ്റിങ്ങൽ 59.55, കൊല്ലം 56.53, എറണാകുളം 57.34, ചാലക്കുടി 55.55, തൃശൂർ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. 60% പേർ ഇതിനോടകം തന്നെ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാടും 60% പേർ. കണ്ണൂരിൽ അത് 61ലേക്ക് എത്തുന്നു. തൃശൂർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ണൂർ 61.85% പേർ ഇതിനോടകം കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡും സമാനമായ നിലയിൽ ഉയർന്ന പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മത്സരം നടന്ന ഇടങ്ങളിൽ ശക്തമായ രീതിയിൽ തന്നെ പോളിംഗും നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിന്റെ വിവരങ്ങളുമായി കലൂരിൽ നിന്നും ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ടോം, എങ്ങനെയാണ് എറണാകുളത്തെ സാഹചര്യം? കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി വിജയിക്കുമെന്ന അവകാശവാദമൊക്കെ UDF സ്ഥാനാർത്ഥി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തിരിച്ചുപിടിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി ഇടത് മത്സരിക്കുന്ന ഇടം കൂടിയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ എങ്ങനെയാണ് ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയോട് പ്രതികരിക്കുന്നത്? രേണുക, ഇപ്പോൾ സമയം 5 മണി പിന്നിടുമ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത്. ഏകദേശം 60% അടുക്കുന്നു എറണാകുളത്തെ പോളിംഗ് ശതമാനം. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബീഡൻ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, അതായത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 77% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് സാധാരണഗതിയിൽ ഈ നഗര മേഖലയായതുകൊണ്ട് തന്നെ അതിന് അത്ര വലിയ ഒരു പോളിംഗ് രേഖപ്പെടുത്താറില്ല. പക്ഷേ കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ അത്രയും പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമായിരുന്നു. ഈ ഉച്ച ഇന്നത്തെ ഈ കടുത്ത ചൂട് കാരണം പലരും വോട്ട് ചെയ്യാൻ ഉച്ചസമയമൊക്കെ പല ബൂത്തുകളിലും അത്ര വലിയ നീണ്ട നിര ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ, അതായത് പൊതുവെ ഒരു ചൂട് കുറയുന്നു, വൈകുന്നേരത്തോടു കൂടി ആകുമ്പോൾ പല ബൂത്തുകളിലും വലിയ ക്യൂ ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സെന്റ് ജോയാക്കിം UP സ്കൂളിലെ ബൂത്തിലാണ്. ഇവിടെ 3 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം നീണ്ട ക്യൂ ഉണ്ട്, ചിലയിടത്ത് ആളുകളുടെ വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഉള്ളവർ, ഇവിടുത്തെ പോളിംഗ് ഏജന്റുമാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇടതടവില്ലാതെ വോട്ടർമാർ ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി, വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് UDFനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ആശങ്കയും അതായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന ആശങ്ക ഇന്നലെ തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം പങ്കുവച്ചതാണ്. കാരണം കഴിഞ്ഞ തവണ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ, അതും പ്രത്യേകിച്ചും CPMന്റെ കരുത്തനായിട്ടുള്ള പി രാജീവിന് അത്രയും വലിയൊരു ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞുവെങ്കിൽ ഇത്തവണ 2 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് UDF ഉറച്ചു വിശ്വസിച്ച ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ പോളിംഗ് പൊതുവെ ഒരു മന്ദഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ വോട്ടർമാരുണ്ട്, നമുക്ക് അവരോടൊന്ന് പ്രതികരണം ചോദിക്കാം. വോട്ട് ചെയ്തായിരുന്നോ? എങ്ങനെയോ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിലൊക്കെ ഒരു ബുദ്ധിമുട്ട്? ഞാൻ മസ്കറ്റിൽ വോട്ട് ചെയ്യുമ്പോൾ വന്നതാ. മസ്കറ്റിൽ നിന്ന് വന്നായി വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം? ഓക്കെ, വോട്ട് നഷ്ടപ്പെടുത്തുമായിരിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും വേറെ എൻ്റെ മോളും ഉണ്ട്. എന്താ ഒരു എക്സ്പീരിയൻസ്? അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ വർഷവും വരാറുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറുണ്ട്.
പക്ഷെ ആരാ ജയിക്കും അത് പറയത്തില്ല. ഞാൻ വോട്ട് ചെയ്ത ആള് ജയിച്ചിരിക്കും. ഓക്കെ അതാണ് വോട്ട് ചെയ്ത അതെ തീർച്ചയായും അതിൻ്റെ അകത്ത് തന്നെയുണ്ട് ആത്മവിശ്വാസം. ഒരു വോട്ടർമാരുടെ ആത്മവിശ്വാസം തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ചേട്ടാ എങ്ങനെയാണ് പൊതുവെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ഇവിടുത്തെ ട്രെൻഡ് UDF അനുകൂലമാണ്, ഒരു സംശയം വേണ്ട. പൊതുവെ പോളിംഗ് പോളിംഗ് ഇവിടെ കുറവില്ല. ഈ നഗരമേഖലയിൽ പോളിംഗ് ഉണ്ട്. സാധാരണ നഗരമേഖലകളിൽ പോളിംഗ് കുറവാണ് സാധാരണ കാണുന്നത്. ഇത്തവണ നഗരമേഖലയിൽ നല്ല കനത്ത പോളിംഗ് തന്നെയാണ്. അതിരാവിലെ തൊട്ട് വളരെ താല്പര്യത്തോടുകൂടി വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ കണ്ടത്. വളരെ ചൂട് കാലാവസ്ഥയിലും ഈ കാലാവസ്ഥയിലും വളരെ നീണ്ട ക്യൂ ഉണ്ടായിട്ട് പോലും വന്ന ഒരാൾ പോലും തിരിച്ചു പോകാതെ വോട്ട് ചെയ്തിട്ട് പോകുന്ന കാഴ്ചയാണ്. അത് ഉചിതമായ തീരുമാനത്തോടുകൂടി വന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാവിലെ മുതലേ ഇത്രയും ഫുൾ ടൈം തിരക്കായിരുന്നു, ക്യൂ ആയിരുന്നു ഫുള്ള്. നല്ല ക്യൂ എന്ന് പറഞ്ഞാൽ ഈ 115 ബൂത്തൊക്കെ ഫുൾ ടൈം നിവൃത്താൻ പറ്റണം, അനങ്ങാൻ പറ്റാത്ത പോലെ ക്യൂ ആയിരുന്നു. അത് തന്നെ 116 ഇത്തിരി സ്പീഡായി. ബാക്കി 115 തീർന്നിട്ടുണ്ടായില്ല. അത്രയും വലിയ ക്യൂവിലാണ് ആൾക്കാർ കൊണ്ടുവന്നത്. നല്ല ശതമാനം പോളിംഗ് ആണെന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ സാധാരണ 700-നും 750 വോട്ടൊക്കെ പോളിംഗ് ചെയ്യാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത്. ഈ പ്രാവശ്യം ഇപ്പോൾ 760 ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പം തന്നെ കഴിഞ്ഞു. 760 കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ 800-850 വോട്ട് എന്തായാലും പോൾ ചെയ്യുമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പൊതുവെ ഒരു ട്രെൻഡ്. ഇവിടെ പോളിംഗ് ശതമാനം നഗരമേഖലകളിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അല്പം പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയത് കൊച്ചി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധി, പ്രത്യേകിച്ച് കോസ്റ്റൽ മേഖല. ഇതുവരെ 53.89, അതായത് 4 മണി വരെ, വൈകിട്ട് 4:15 വരെയുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കാണിത്. പക്ഷേ നഗരമേഖല സാധാരണ അതിശയിപ്പിച്ചത് നഗരമേഖലയിലുള്ളവർ അധികം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് പൊതുവെ കുറവാണ്. പക്ഷേ നഗരമേഖലകളിൽ നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ട്. പറവൂർ, കളമശ്ശേരി, വൈപ്പിൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറ് മേഖലയിൽ വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും നഗരമേഖലകളിൽ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നു. പൊതുവെ നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ മന്ദഗതിയിലാണ് പോളിംഗ് എന്നതാണ് ടോം കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വരുമ്പോൾ സംസ്ഥാനത്ത് 5 മണിവരെ 60.23% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് 58.24%, ആറ്റിങ്ങൽ 61.24%, കൊല്ലം 58.46%, പത്തനംതിട്ട